നമസ്കാരം. മരണം പതിയിരിക്കുന്ന റോഡുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട്ടുണ്ടായ റോഡ് അപകടത്തിൽ 4 വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവം വളരെ ഞെട്ടലോടും ദുഃഖത്തോടും കൂടിയാണ് എല്ലാവരും കേട്ടത്. ദേശീയപാതകളിൽ അപകടം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ അപകടത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് ചാറ്റൽ മഴയുണ്ടായിരുന്നു, ചെറിയ ഒഴുക്കലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാഹനം ചെന്ന് മറ്റൊരു വാഹനത്തിലേക്ക് തട്ടി നിയന്ത്രണം വിട്ട് ഈ കുട്ടികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി എന്നുള്ളതാണ്. അവിടുത്തെ നിർമ്മാണത്തെക്കുറിച്ച് അപാകതയുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്, അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ടും അവിടെ അത് പരിഹരിക്കാനൊരു ശ്രമവും നടക്കാത്ത സാഹചര്യത്തിലാണ് ഈ കുട്ടികളുടെ ദാരുണമായ മരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു മരണം ഉണ്ടായി. ആലപ്പുഴയിൽ ഒരു മരണമല്ല, 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ ആലപ്പുഴയിലെ കലർക്കോട് അപകടത്തിൽ മരിച്ചു. അവർ മരിച്ചത് അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന 7 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ടവേരയിൽ ഏകദേശം 11 പേര് യാത്ര ചെയ്തിരുന്നു. ഒരു രാത്രി സിനിമ കാണുന്നതിന് വേണ്ടി പോവുകയായിരുന്നു. സിനിമ കാണുന്നതിന് വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് വെള്ളക്കെട്ട് കണ്ട് വണ്ടി ചവിട്ടി നിർത്തി. അവർക്ക് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു ബസ്സിൽ ചെന്നിടിച്ച് ദാരുണമായി മരണപ്പെടുകയായിരുന്നു. പലരുടെയും മുഖത്തിൻ്റെയൊക്കെ അവസ്ഥ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത്ര ഭീകരമായിരുന്നു ആ അവസ്ഥ. അപ്പോൾ വളരെയധികം സ്പീഡിലൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന, വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകളൊക്കെ നിർമ്മിച്ചിട്ടതിന് ശേഷം ആ റോഡിൻ്റെ അപാകതകളും അതുപോലെ തന്നെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട സുരക്ഷകളും ഒന്നും ഒരുക്കി കൊടുക്കാതെ എല്ലാവരും പ്രൊഫഷണൽ ഡ്രൈവർമാരൊന്നുമല്ല പലപ്പോഴും വാഹനങ്ങൾ ഓടിക്കുക എന്ന് അതുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു വീട്ടിൽ 1-2 വാഹനങ്ങളൊക്കെ ഉള്ള സ്ഥിതിയായി. അവരൊക്കെ പൊതുനിരത്തുകളിൽ വാഹനങ്ങളുമായിട്ട് സഞ്ചരിക്കുമ്പോൾ ആ വേഗതയ്ക്കും ഒക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള പരിശീലനം ലഭിക്കാത്ത ആളുകളാണ് വളരെയധികം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽ ആ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ അപകടത്തിലാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടിയിട്ട് 6 മാസമായിരുന്നുള്ളൂ ആ കുട്ടിക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ അപകടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ആയിരിക്കും ഓടിച്ചിട്ടുണ്ടാവുക, കാരണം ലോറി ഓടിക്കുമ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് പോലും അത് ആ വാഹനത്തിൽ ഇടിക്കാനും അതിനുശേഷം ഈ കുട്ടികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറാനും ഒക്കെ സാഹചര്യം ഒരുക്കിയത് അവിടുത്തെ റോഡിൻ്റെ അലൈൻമെൻറ്റിലുള്ള പ്രശ്നങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പഞ്ചായത്ത് റോഡിൻ്റെ പണി നടക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയ കുഴിയുണ്ട്, ഒരു കാനയുടെ കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർക്ക് ഇടപെടാനുള്ള അവസരങ്ങളുണ്ട്, ഇടപെടാറുണ്ട്. അതുപോലെ ചെറിയ ചെറിയ റോഡുകളിലൊക്കെ സ്റ്റേറ്റ് ഹൈവേയിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണിയുന്ന PWD റോഡുകളിലൊക്കെ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ MLA ആയിട്ട് ബന്ധപ്പെടാനും പരിഹരിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ ദേശീയപാതയിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ അടച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നാർക്കും മനസ്സിലാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. തുറന്ന് കൊടുക്കുമ്പോൾ അതിലൂടെ യാത്ര ചെയ്യുക, അതുമാത്രമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലേക്ക് നമ്മളതിനെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു ചെറിയ റോഡിൽ അപകടം ഉണ്ടായാൽ പഞ്ചായത്തിനെ കുറ്റം പറയാം, MLA കുറ്റം പറയാം. പക്ഷേ അതിനപ്പുറം ദേശീയപാതയിൽ നമ്മൾ ആരെ കുറ്റം പറയും? ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടേണ്ട ജനപ്രതിനിധി ആരാണ്? പലപ്പോഴും MP മാരൊന്നും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരാറില്ല. കാരണം ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിൻ്റെ റോഡ്, നിതിൻ ഗഡ്കരിയുടെ റോഡ്, ഞാൻ ഫണ്ട് അനുവദിപ്പിച്ച റോഡ് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇങ്ങനെയുള്ള അപകടങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും തന്നെ നിയോജക മണ്ഡലത്തിൽ, പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ എത്രയധികം സ്ഥലങ്ങളിൽ ഇതുപോലുള്ള അപാകതകളുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപാകതകൾ പരിഹരിക്കുന്നതിന് എന്ത് നടപടി സ്വീകരിച്ചു എന്നൊക്കെ ഒരേ MLAയും ധവളപത്രം ഇറക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇടപെടാനും പരിഹരിക്കാനും വേണ്ട ഒരു സമയം തന്നെയാണിത്. ഈ സമയത്ത് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വളരെയധികം അനാസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ നാട്ടിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്, ക്യാമറ പിടിച്ചോളും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളൊന്നും അല്ലത്. കാരണം മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ എല്ലാത്തിലും അനുശാസിക്കുന്നുണ്ട്. അവർ കൂടി ഉൾപ്പെടുന്നതായിരിക്കണം ഈ റോഡ് സുരക്ഷാ നിയമങ്ങൾ. റോഡിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് റോഡിൻ്റെ നിർമ്മാണത്തിൽ അപാകതകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കൂടി മോട്ടോർ വാഹന വകുപ്പിന് വരണം. ലൈസൻസ് കൊടുക്കലും അതുപോലെ തന്നെ ഓവർ സ്പീഡ്, സീറ്റ് ബെൽറ്റ് മാത്രമൊന്നുമല്ലല്ലോ ഒരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഓരോ സർട്ടിഫിക്കറ്റുകൾ നൽകാനും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും അപകടത്തിൻ്റെ ആ ഫയൽ എഴുതി തീർക്കാനും ഒന്നും മാത്രമല്ല അവരാശ്രയിക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ട ടോൾ പ്ലാസകൾക്കൊക്കെ തൊട്ടടുത്തുള്ള സർവീസ് റോഡുകൾ, ടോളിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇന്നും ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം ടോളുകൾ കേരളത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സർവീസ് റോഡുകളുടെ നിർമ്മാണങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അവിടെയൊക്കെ പൊഴിയുന്നത് വളരെയധികം ജീവനുകളാണ്. അതിൻ്റെയൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ നിതിൻ ഗഡ്കരി കേന്ദ്ര മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് ലോകത്തിൻ്റെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നു, മറ്റു രാഷ്ട്രത്തിലുള്ള ആളുകളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നു. നിതിൻ ഗഡ്കരി തലകുനിക്കേണ്ടതിന് 70 ലക്ഷം പേരാണ് ഒരു വർഷം അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് ഇതുപോലുള്ള പാതകളിലെന്നാണ്.
എന്ത് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്, എന്ത് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം. റോഡ് ടാക്സിൻ്റെ പേരിലൊക്കെ പിടിച്ചു പറിക്കുന്നു എന്ന രീതിയിലുള്ള കൊള്ളകൾ, അതുപോലുള്ള നികുതികൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ആരും പരാതിപ്പെടുന്നില്ല. ടോൾ പ്ലാസകളിൽ നമ്മൾ ഇന്ന് ഇത്ര അധികം പണം വാങ്ങി നമ്മൾ യാത്ര ചെയ്യാൻ സമ്മതിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം തിരിച്ചു കിട്ടുന്ന രീതിയിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നില്ല. ഇതുപോലെ തന്നെ റോഡുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിനുശേഷം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഞെട്ടും വിഷമിക്കും. വേദന എല്ലാവരും ഹൃദയത്തോട് ഉൾക്കൊള്ളും. ഇപ്പം മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള മാധ്യമങ്ങൾ അവിടെ എത്തും. അപ്പോൾ തുടങ്ങി അതിൻ്റെ മരണസമയത്ത് സംസ്കാര സമയം വരെ അവർ കൂടെ നിൽക്കും. അത് കഴിഞ്ഞാൽ അടുത്ത വാർത്തകളിൽ പുറകെ പോകും. പക്ഷേ റോഡ് അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയധികം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ ഇങ്ങനെ മരണപ്പെടുമ്പോൾ ഒരുപക്ഷെ കേരളം മുഴുവൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും 1-2 ദിവസം, അത് കഴിഞ്ഞ് ഒറ്റപ്പെട്ട അപകടങ്ങൾ, അതുപോലെ തന്നെ നിശ്ചേതനമായി കിടക്കുന്ന ശരീരങ്ങൾ, ജീവവും വായുവും മാത്രമായിട്ട് അങ്ങനെയൊക്കെ എത്രയോ ആയിരക്കണക്കിന് പേര് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുമൊക്കെ ജീവിച്ചു ഇരിപ്പുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ അതോറിറ്റികളും കൃത്യമായിട്ട് ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഒരു ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി പെരുമഴ വരാനിരിക്കുകയാണ്. ഇതിൽ വേനൽക്കാലം എന്ന് വരെ പറയാവുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായിട്ടുണ്ടായ മഴയിൽ വരെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പെരുമഴക്കാലത്തിന് കാത്തിരിക്കുന്ന നമ്മൾക്ക് എത്രയധികം അപകടങ്ങളെ അതിജീവിക്കേണ്ടി വരും, നേരിട്ട് കാണേണ്ടി വരും എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ആ കുട്ടികൾക്ക് അവരുടെ മരണത്തിൽ ദുഃഖത്തിൽ ഒരിക്കൽ കൂടി പങ്കുചേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.